ടിപ്പിക്കൽ ട്രാവൽ ഡയറിയുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അശ്വിൻ. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് കാശ്മീരിലേക്കാണ്. അമ്മ ഫുഡ് പ്രിപ്പറേഷനിലാണ്, ഞാനും പാക്കിങ്ങിന് കൂടി. ട്രെയിനിൻ്റെ ഫുഡിൻ്റെ അവസ്ഥ അറിയുന്നത് കൊണ്ട് തന്നെ ഒരു ലോങ് ജേർണിയിൽ എന്തൊക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാമെന്നുള്ളത് എല്ലാവരുടെയും കൺഫ്യൂഷനായിരിക്കും. ഞാനും അതേ കൺഫ്യൂഷനിൽ നിന്ന് ഫിഗർ ഔട്ട് ചെയ്ത കുറച്ച് ഫുഡിൻ്റെ ഡീറ്റെയിൽസും ഞാനിതിൽ പറയുന്നുണ്ട്. ഏകദേശം വൈകുന്നേരം 6 മണിയോടുകൂടി ഞങ്ങൾ ഒരു ഓട്ടോയിൽ കയറി വടകര റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങളുടെ ട്രെയിൻ 6:40 കണ്ണൂരിൽ നിന്നെടുക്കുന്ന കണ്ണൂർ യശന്തൂർ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ കയറിയത്. ഒരു ലോക്കൽ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ പാലക്കാട്ടേക്ക് വന്നു. സന്തോഷത്തോടെ ആ ട്രിപ്പ് എൻജോയ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളൊരു കാര്യം ഓർത്തത്. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ മറന്നിരിക്കുന്നു. ഒരു ടിക്കറ്റും ഞങ്ങളുടെ കയ്യിലില്ല. പാലക്കാട് നിന്ന് കാശ്മീരിലേക്ക് പോകാനുള്ള ഒറിജിനൽ ടിക്കറ്റാണ് മിസ്സായത്. ഞാൻ എൻ്റെ ബ്രദറിനോടും കുറച്ച് സുഹൃത്തുക്കളോടും അന്വേഷിച്ചു ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അവർ പറഞ്ഞു നേരെ പോയി സ്റ്റേഷൻ മാസ്റ്ററെ കണ്ട് ഒരു അപേക്ഷ നൽകി ഞങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ടിക്കറ്റിന് അപേക്ഷിക്കാമെന്ന്. ഞാൻ അതേപോലെ ചെയ്തു. എന്നാൽ ഞങ്ങളെ കാത്തിരുന്നത് മറ്റൊരു പ്രോബ്ലമായിരുന്നു. ചാർട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഫുൾ പേയ്മെൻറ്റ് അടച്ച് പിന്നെയും ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ TTR കണ്ട് അവർ നമുക്ക് ഫുൾ പേയ്മെൻറ്റിൽ ടിക്കറ്റ് തരും. ഇതാണ് ഞങ്ങൾക്കും സംഭവിച്ചത്. കൗണ്ടർ ടിക്കറ്റ് ആണെങ്കിൽ ഒറിജിനൽ ടിക്കറ്റ് കൈവശമില്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ കഴിയില്ല. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ടിക്കറ്റ് ഇല്ലെങ്കിൽ TTR കയ്യിൽ നിന്ന് ഫുൾ എമൗണ്ട് പേ ചെയ്ത് നമുക്ക് വീണ്ടും ടിക്കറ്റ് എടുക്കേണ്ടി വരും. അങ്ങനെ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിനായി ഞങ്ങൾ കരുതിയത് പൊറോട്ടയും ചിക്കൻ കറിയുമായിരുന്നു. പിന്നെ ഒരു ചെറിയ ചായയും ഉണ്ടാക്കി. ട്രിപ്പിൻ്റെ 2 മാസം മുന്നേ തന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഞങ്ങളുടെ ടിക്കറ്റ് കൺഫേം ആയിരുന്നില്ല. ഞങ്ങളുടെ വെയിറ്റിംഗ് ലിസ്റ്റ് വന്നത് RLWL 20 ആയിരുന്നു. അതിനുശേഷമാണ് RLWയുടെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയത്, റൂറൽ ലൊക്കേഷൻ വെയിറ്റിംഗ് ലിസ്റ്റ്. ഓരോ ദിവസവും കാത്തിരുന്ന് ഫൈനലി ഞങ്ങളുടെ RAC ടിക്കറ്റ് കൺഫേം ആയി. തിരുപ്പതി കഴിഞ്ഞതോടുകൂടി ഞങ്ങൾക്കെല്ലാവർക്കും സെപ്പറേറ്റ് സീറ്റും കിട്ടി. അതുകൊണ്ട് തന്നെ സുഖമായി കിടന്നുറങ്ങി പോകാൻ കഴിഞ്ഞു. സമയം ഏകദേശം 10:30 അമ്മ ഓറഞ്ചുമായി വന്നു. അങ്ങനെ ഓറഞ്ചും കഴിച്ച് മെല്ലെ റിലാക്സ് ചെയ്ത് അങ്ങനെ ഇരുന്നു. ഇതുപോലുള്ള ലോങ് ജേർണിയിൽ സ്ലീപ്പർ ക്ലാസ് എടുക്കണമോ അതോ തേർഡ് AC എടുക്കണമോ എന്ന കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാകും. എല്ലാവരും വൃത്തിയും സേഫ്റ്റിയുമാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ തേർഡ് ACയും സ്ലീപ്പർ ക്ലാസ്സും ഏകദേശം ഒരുപോലെ തന്നെ. എന്നാൽ തേർഡ് ACയിലാകുമ്പോൾ AC എന്ന അഡ്വാൻറ്റേജ് ഉണ്ടാകും. അല്ലാത്ത പക്ഷം രണ്ടും ഒരുപോലെ തന്നെ. ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡായി ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സ്ലീപ്പർ ധൈര്യമായി എടുക്കാൻ കഴിയും. യാത്രയുടെ ദൈർഘ്യം ഞങ്ങളുടെ ഉള്ളിൽ ചെറിയൊരു രസതയുണ്ടാക്കി. അപ്പോഴേക്കും കൂടെ വന്ന കുറച്ച് മലയാളികൾ അവിടെ നിന്ന് പാട്ടും ഡാൻസൊക്കെയായി ടോട്ടലി ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡിലായിരുന്നു. അതൊക്കെ കണ്ട് കുറച്ച് നേരം എൻജോയ് ചെയ്തപ്പോൾ ഏതോ ഒരു സ്റ്റേഷനിലെത്തി. അങ്ങനെ ഉച്ചയോടടുത്തപ്പോൾ ഭക്ഷണത്തിൻ്റെ സമയമായി. അമ്മ മെല്ലെ കെട്ട് തുറന്നു. ലെമൺ റൈസും അച്ചാറും ചിക്കൻ ഫ്രൈയും ആയിരുന്നു ഇന്നത്തെ ഉച്ചഭക്ഷണം. എല്ലാവർക്കും ഓരോ പൊതിച്ചോറ് ഞങ്ങൾ ആദ്യമേ കരുതിയതിനാൽ കൊടുക്കാനും വിളമ്പാനും വളരെ ഈസിയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു. ഇതുപോലെ ഭക്ഷണം ക്രമീകരിച്ചാൽ ഒരു ലോങ് ജേർണിക്ക് മറ്റൊരു ഫുഡിന് വേണ്ടി നമ്മൾ ആശ്രയിക്കില്ല. അങ്ങനെ ട്രെയിൻ ഏതോ സ്റ്റേഷനിലെത്തിയപ്പോൾ ഞങ്ങൾ വേസ്റ്റൊക്കെ ഡസ്റ്റ്ബിനിലിട്ട് തിരിച്ച് ട്രെയിനിലേക്ക് കയറി. പിന്നെ വന്നത് കൃഷ്ണ റിവറായിരുന്നു. കുറച്ച് നേരത്തെ കൃഷ്ണ റിവറിൻ്റെ കാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ നേരെ എത്തിച്ചേർന്നത് വിജയവാഡ സ്റ്റേഷനിലേക്കായിരുന്നു. സ്റ്റേഷനിൽ കുറച്ചു നേരം വണ്ടി നിന്നതിന് ശേഷം വീണ്ടും ഞങ്ങൾ മുന്നോട്ടേക്ക് പോയി. സമയം വൈകിയതോടുകൂടി പാൻട്രിയിൽ നിന്ന് ഒരു ജീവനക്കാരൻ വന്ന് എല്ലാവരുടെയും നിന്നും ഓർഡർ എടുത്തു, ആർക്കൊക്കെ എന്തൊക്കെ വേണമെന്ന്. ഞങ്ങളെല്ലാ ഫുഡും പ്രിപ്പയർ ചെയ്തതിനാൽ ഞങ്ങൾ പ്രത്യേകിച്ച് ഓർഡറൊന്നും നൽകിയില്ല. അതിനുശേഷം ഏതോ ഒരു സ്റ്റേഷനിലൂടെ കടന്നുപോയി. ഒരുപാട് ചിത്രപ്പണികളുള്ള ഒരു സ്റ്റേഷൻ, വളരെ മനോഹരമായിരുന്നു അത്. രാത്രിയത്തെ ഫുഡിൻ്റെ സമയമായപ്പോൾ അമ്മ കള്ളപ്പവും പഞ്ചാരയും തന്നു. ഞങ്ങളത് കഴിച്ച് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഒരു കമ്മൽ കച്ചവടക്കാരൻ ആ വഴി വന്നു. അത് കണ്ട ഉടനെ ഏച്ചി പർച്ചേസിങ് തുടങ്ങി. ശ്രീകുട്ടിയും കൂടി 2 പേരും ഓരോ കമ്മൽ വീതമെടുത്തു. ഇതായിരുന്നു ഏച്ചിയുടെ കമ്മൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിനായി ചപ്പാത്തിയും ബാക്കി വന്ന കുറച്ച് കള്ളപ്പവും അച്ചാറും പിന്നെ ടൊമാറ്റോ സോസുമായിരുന്നു. അങ്ങനെ ഭക്ഷണവും കഴിച്ചു. കുറച്ചൊക്കെ വിരസതയുണ്ടെങ്കിലും ഫാമിലിയായി ഇങ്ങനെ ഫുഡൊക്കെ ഷെയർ ചെയ്ത് പോകുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. രാവിലെ പല്ല് തേക്കാനായി വാഷ്റൂമിൽ ചെന്നപ്പോൾ വളരെ വലിയ തിരക്കായിരുന്നു ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തേർഡ് ACയിലേക്കൊന്ന് ചെന്നു. തേർഡ് ACയിലെ ബാത്റൂം സ്ലീപ്പറിനേക്കാൾ പരിതാപകരമായിരുന്നു.
കാരണം അവിടെയൊക്കെ വെള്ളമൊക്കെ കെട്ടിക്കിടന്ന് വളരെ മോശമായ രീതിയിലായിരുന്നു ഉള്ളത്. മേ ബി ഞങ്ങൾ വന്നതിന് ശേഷം അവർ വിളിച്ച് അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിച്ചിട്ടുണ്ടാകാം. പക്ഷെങ്കിൽ ഞങ്ങൾ കാണുമ്പോൾ വളരെ മോശമായിരുന്നു ആ ബാത്റൂം. ഈ യാത്രയിൽ പല ടൈമും ഞങ്ങൾക്ക് ഒരു കല്യാണ ബസ്സിൽ പോകുന്ന ഫീലായിരുന്നു. കാരണം അടുത്തിരുന്ന് അവർ പാട്ടും ഡാൻസും മൊത്തത്തിലൊരു നല്ല വൈബായിരുന്നു. അത് കഴിഞ്ഞ് ദേവൂട്ടന് കളിക്കാനായി ചെറിയ വിമാനവും റോക്കറ്റൊക്കെ ഉണ്ടായിക്കൊടുത്തു. ആൾ വരുമ്പോൾ ഫുൾ ടോയ്സും ബാഗിൽ കരുതിയാണ് വന്നത്. കാശ്മീരിലേക്ക് വരുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ടിക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 2 മാസം മുൻപെയാണ്. നിങ്ങൾ പാലക്കാട് മുതലാണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ കൂടുതലായും RLWL എന്ന വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് ആവാനാണ് ചാൻസ്. കൺഫർമേഷന് ചാൻസ് കൂടുതൽ കന്യാകുമാരി മുതൽ ടിക്കറ്റ് എടുക്കുമ്പോഴാണ്. എന്നാൽ പാലക്കാട് നിന്ന് എടുത്തു കഴിഞ്ഞാലും പ്രോബ്ലമില്ല. 2 മാസം മുൻപേയൊക്കെ എടുക്കുമ്പോൾ ഏകദേശം നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റ് 20 ഒക്കെ ആയിരിക്കും വരിക. ഞങ്ങളുടെയും 20 ആയിരുന്നു. ഞങ്ങളുടെ ടിക്കറ്റ് ഡേറ്റ് എടുക്കും തോറും ഞങ്ങളുടെ കൺഫേമായി വന്നിട്ടുണ്ടായിരുന്നു. ചാർട്ട് പ്രിപ്പയർ ചെയ്തപ്പോഴാണ് കറക്റ്റ് കൺഫേം ആയത്. ഞങ്ങൾക്ക് കിട്ടിയത് RICയിലായിരുന്നു. എന്നിരുന്നാലും TTR കണ്ട് നമുക്ക് അത് കൺഫേം ടിക്കറ്റായി മാറ്റാൻ കഴിയും. സത്യം പറഞ്ഞാൽ സൗത്ത് സൈഡിൽ മാത്രമാണ് TTR വന്ന് പ്രോപ്പറായി ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നത്. നോർത്തിലോട്ട് എത്തുമ്പോഴേക്കും പ്രത്യേകിച്ച് ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നതൊന്നും കണ്ടില്ല. അവർ ജസ്റ്റ് വന്ന് പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പലരും ജനറൽ ടിക്കറ്റ് എടുത്ത് സ്ലീപ്പറിൽ 139 വിളിച്ച് ഈസിയായി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും പറഞ്ഞാൽ അപ്പോൾ തന്നെ മാറിത്തരുന്നതാണ്. പിന്നെ സ്ലീപ്പറിൽ മറ്റൊരു പ്രശ്നം കാണപ്പെടുന്നത് ട്രാൻസ്ജെൻഡേഴ്സാണ്. ഞങ്ങളുടെ സ്ലീപ്പറിലും 2 പേർ കയറിയിരുന്നു. ഞങ്ങൾ ഫാമിലി ആയതുകൊണ്ടാവാം ഞങ്ങളെ ആരും ഡിസ്റ്റർബ് ചെയ്തില്ല. സ്ത്രീകളെയും ഫാമിലിയായി വരുന്നവരെയും അവർ അധികമായി ഡിസ്റ്റർബ് ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. ഇപ്പോൾ അത്യാവശ്യം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ആ കുനാഫ ചോക്ലേറ്റും ഞങ്ങൾ ഇതിനിടയിൽ ട്രൈ ചെയ്തു. നന്നായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജിത്തുവേട്ടൻ ഫോണിൽ വളരെ സീരിയസ് ആയി എന്താണ് നോക്കുന്നതെന്ന് നോക്കി. ഇപ്പോഴുള്ള ലൊക്കേഷനിൽ നിന്ന് എത്ര ദൂരമുണ്ട് ജമ്മു കാശ്മീരേക്ക് നോക്കിയിരിക്കുകയാണ് ജിത്തുവേട്ടൻ. അപ്പോഴേക്കും അമ്മ എല്ലാവർക്കും വേണ്ടിയുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. ഇന്ന് ലഞ്ചായി ചപ്പാത്തിയും ഉപ്പുമാവും പിന്നെ അച്ചാറും പീനട്ട് ബട്ടറും ഒക്കെ ആയിരുന്നു. ഉപ്പുമാവ് ഞങ്ങൾ ഉണ്ടാക്കിയത് പ്രീമിക്സ് ഉപയോഗിച്ചാണ്. ഉപ്പുമാവിൻ്റെ പ്രീമിക്സ് ഉണ്ടാക്കി അതിനുശേഷം അതിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ചു. അപ്പോഴേക്കും നല്ല അസൽ ഉപ്പുമാവ് റെഡി. അത്യാവശ്യം വിശപ്പ് തീരുന്ന രീതിയിലുള്ള ലഞ്ചായിരുന്നു അത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഈ യാത്രക്കിടയിൽ ഞങ്ങൾ ഒരുപാട് മനുഷ്യരെയും ഒരുപാട് സ്ഥലങ്ങളും കണ്ടു. ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് റൂട്ടിലെ ഓടുന്ന ഒരു ട്രെയിനാണ് ഈ ഹിമസാഗർ എക്സ്പ്രസ്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരുപാട് സ്റ്റേറ്റുകൾ ഇത് കവർ ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് പല സ്റ്റേറ്റിലുള്ള ആളുകളെയും ആളുകളുടെ സംസ്കാരത്തെയും മനസ്സിലാക്കാൻ കഴിയും. ഈ യാത്രയിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, യാത്ര ചെയ്യുക ഇതാണ്. അങ്ങനെ ഈവനിങ് ആയപ്പോൾ അമ്മ നെല്ലിക്കയുമായി വന്നു. എല്ലാവർക്കും നെല്ലിക്ക കൊടുത്ത് ഞങ്ങൾ നെല്ലിക്ക കഴിച്ചു. ഈവനിങ് സ്നാക്കായെന്ന് വേണം നെല്ലിക്ക കഴിച്ചത്. അത് കഴിഞ്ഞ് ഏകദേശം 5 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവന്ന കടല, വെല്ലം, എള്ള്, അവല് ഇതിൻ്റെ ഒരു മിശ്രിതമാണ് കഴിച്ചത്. വളരെ ഹെൽത്തിയും പെട്ടെന്നൊന്നും ചീത്തയാകാത്തതുമായ സാധനമായതുകൊണ്ട് എല്ലാ ട്രാവൽ പാക്കിലും ഉൾപ്പെടുത്താൻ പറ്റിയ ബെസ്റ്റ് ഫുഡാണ് അല്ലെങ്കിൽ ബെസ്റ്റ് സ്നാക്കാണ് ഈ പൊടി. അങ്ങനെ ഞങ്ങൾ ആഗ്ര സ്റ്റേഷനിലെത്തി. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. സ്റ്റേഷനിലേക്ക് ഇതുപോലെ വെള്ളം തുറന്നു വിട്ടിരിക്കുന്നു. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കൊട്ടും മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ട്രെയിന് വീണ്ടും മുന്നോട്ടേക്ക് നീങ്ങി. അപ്പോഴാണ് അസ്തമയ സൂര്യൻ എൻ്റെ കണ്ണിൽപ്പെട്ടത്. വളരെ മനോഹരമായിരുന്നു ആ കാഴ്ച. അങ്ങനെ അധികം വൈകാതെ തന്നെ മുകളിൽ ചന്ദ്രൻ ഉദിച്ചുയർന്നു. ഞാൻ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ഇതുപോലുള്ള നല്ല നീണ്ടു കിടക്കുന്ന പാടങ്ങളാണ്. കാഴ്ചകളുടെ മനോഹാരിത കൂട്ടാൻ ഇത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ 2 ദിവസങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ ഇതിൽ ചെലവഴിച്ചതെന്നറിയില്ല. എന്നിരുന്നാലും വലിയ മടുപ്പൊന്നും കൂടാതെ ഞങ്ങൾ ഈ യാത്ര എൻജോയ് ചെയ്തു. ദേവൂട്ടന് കൂടെ വന്ന കുറച്ച് മലയാളികൾ സുഹൃത്തുക്കൾ കളിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഫരീദാബാദ് എത്തിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ബ്രെഡും കള്ളപ്പവുമായിരുന്നു ഇന്നത്തെ ലഞ്ച്. അതിനിടയ്ക്കാണ് ഞങ്ങളുടെ കൂടെ വന്ന ഒരു യാത്രക്കാരൻ്റെ ബാഗ് കഴിഞ്ഞ സ്റ്റോപ്പിൽ വെച്ച് മറന്നുപോയത്. അതിൻ്റെ ടെൻഷനിലായിരുന്നു ബാക്കിയുള്ളത്. Illuminati!
നാട്ടേ